റിയൽ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊരു സന്തോഷത്തിന്റെ അവസ്ഥയാണ്. കാരണം ഇനി ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. ഏപ്രിൽ 5-ന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയം മുതലായിരിക്കും ഇനി മാച്ചസ് വരിക. അപ്പോ നമ്മള് യുണൈറ്റഡിന്റെ ഒരു ആരാധകനുണ്ടല്ലോ, തുടർച്ചയായ 5 കളി ജയിച്ചാൽ മാത്രമേ മുടി വെട്ടൂ എന്ന് പറഞ്ഞ ഒരു ചങ്ങായി. അപ്പോ റിയൽ മാഡ്രിഡ് തുടർച്ചയായ 5 കളികൾ ഇപ്പോ അർബലോവക്ക് കീഴിൽ വിജയിച്ചു എന്നതാണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം. അതായത് സെൽറ്റ വിഗോക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ട് പോയിട്ട് 2-1 റയൽ പരാജയപ്പെടുത്തി, ഒന്നാമത്തെ വിക്ടറി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള UCL-ന്റെ ഫസ്റ്റ് ലെഗ് വരുന്നത്. അതിൽ 3-0 അവർ ജയിച്ചു കയറി. പിന്നെ മൂന്നാമത്തെ മത്സരം ആ ഒരു UCL രണ്ടാം പാദത്തിന് മുമ്പുള്ള ഒരു ഗ്യാപ്പിൽ ഒരു ലാലിഗ മത്സരം ഉണ്ടായിരുന്നു. എൽച്ചയ്ക്കെതിരെയായിരുന്നു ആ മത്സരം. ആ ഒരു മത്സരം 4-1 വിജയിച്ചു കയറിയത്. അത് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടുള്ള സെക്കൻഡ് ലെഗ് മത്സരം അത് 2-1 വിജയിച്ചു കയറി. പിന്നെ അഞ്ചാമത്തെ മത്സരം നമ്മുടെ മാഡ്രിഡ് ഡെർബി ആയിരുന്നു. ആ ഒരു ഡെർബിയിലും മാഡ്രിഡ് 3-2 വിജയിച്ചു കയറി. അപ്പൊ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 മത്സരങ്ങളിൽ റിയൽ മാഡ്രിഡ് തുടർച്ചയായി വിജയിച്ചു കയറി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിയൽ മാഡ്രിഡ് അർബലോക്ക് കീഴിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. കാര്യത്തിൽ ചില മാച്ചസിലൊക്കെ ഈസി ഓപ്പോണൻസ് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്ത ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ നമ്മുടെ വിനീഷ്യസ് ഒക്കെ ഭയങ്കര ഫോമിലാണ് കളിക്കുന്നത്, ഫെഡറർ വാൽവേർദെ ഭയങ്കര ഫോമിലാണ് കളിക്കുന്നത്. അപ്പോൾ റിയൽ മാഡ്രിഡ് ഇപ്പോൾ തുടർച്ചയായ 5 മത്സരങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോൾ അതിൽ 2 ടീമുകളുള്ളൂ, ചെറിയ ടീമുകൾ. ബാക്കി 2 മത്സരങ്ങൾ സിറ്റിക്കെതിരെയും ഒന്ന് നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുമാണ്. ഒരു ടീമാണ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. 3 മത്സരങ്ങളും ബിഗ് ഗെയിംസ് ആയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.